ഇറാന് നേരെ അമേരിക്ക ആക്രമണം തുടരുകയാണ്. അമേരിക്കൻ ബേസുകളിൽ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. അതിനിടെ കഴിഞ്ഞ 5 ദിവസത്തിലേറെയായി തുടരുന്ന ആക്രമണങ്ങളിൽ 35 പേർ മരിച്ചെന്നാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വജിത് സി വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. അശ്വജിത്ത്, അശാന്തിയുടെ ദിവസങ്ങൾ വീണ്ടും കടന്നു വരുന്നു. പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന തരത്തിലേ അല്ല ഇപ്പോൾ നിലവിൽ ഈ സംഘർഷത്തിന്റെ അവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? മോത്തി, തീർച്ചയായും അശാന്തമായ സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിലാകെയുള്ളത്. എനിക്ക് ഒടുവിൽ പങ്കുവയ്ക്കാനുള്ള 2 അപ്ഡേറ്റ്സ്. അതായത് കഴിഞ്ഞ ബുള്ളറ്റിൽ നമ്മൾ പറഞ്ഞത് ഈ അമേരിക്ക ശക്തമായി ഇറാനിൽ ആക്രമണം നടത്തി എന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു എന്നതാണ്. അതിലേറ്റവും പ്രധാനം, ഇറാൻ ആക്രമിച്ചിട്ടുള്ളത് അമേരിക്കയുടെ 2 സൈനിക ബേസുകളിലാണ്. അതിലൊന്ന് ജോർദാനിലുള്ള അറാഖ് ബേസ്, അമേരിക്കയുടെ സൈനിക താവളമാണ് ജോർദാനിലുള്ള. അവിടെ പ്രധാനപ്പെട്ട ചില സൈനിക കേന്ദ്രങ്ങളൊക്കെ അമേരിക്കയുമായി ബന്ധപ്പെട്ടുണ്ട്, അമേരിക്കൻ സൈന്യവുമായി ബന്ധപ്പെട്ടുണ്ട്. അവിടെ ശക്തമായ ആക്രമണം നടത്തി എന്നതാണ് ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന് കുവൈത്തിലാണ്. കുവൈത്തിലുള്ള അലി അൽ സലീം ബേസ്, അവിടെയും അമേരിക്കയുടെ സൈനിക ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. സൈനിക കേന്ദ്രവും മറ്റ് സൈനികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന ബേസ് കൂടിയാണ്. അവിടെയും ആക്രമണം നടത്തിയായി ഇപ്പോൾ ഇറാൻ പറയുന്നു. എന്നാൽ അത് എത്രത്തോളം വലുതാണെന്നോ അല്ലെങ്കിൽ ആ നാശനഷ്ടത്തിന്റെ തോത് എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. അമേരിക്ക അങ്ങനെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടുമില്ല. ഇറാന്റെ അവകാശവാദമാണ് ജോർദാനിലും കുവൈത്തിലുമുള്ള അമേരിക്കയുടെ ബേസുകളിൽ തിരിച്ചടി നൽകി എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത് ഏതാണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി 5-6 ദിവസങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ 35 പേർക്ക് ജീവൻ നഷ്ടമായി ഇറാനിൽ എന്നതാണ് പറയുന്നത്. ഒപ്പം 300-ലേറെ പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്ന് പറയുന്നു. അമേരിക്ക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ പലതും ജനവാസ മേഖലയിലായിരുന്നു എന്നതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ഈ മേഖലകളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 35 പേർ, അതിൽ സാധാരണ ജനങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. 35 മരണവും 300-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നതാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയാണ്. ഇറാൻ ശക്തമായി തിരിച്ചടി നൽകുകയാണ്. വീണ്ടും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായി തിരിച്ചടിക്കുമെന്നും കടുത്ത നടപടി ഉണ്ടാകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ നീക്കത്തിന് അമേരിക്ക ഏത് തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും നൽകുക, കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകുമെന്നതാണ് ആശങ്കയോടെ ലോകം ഉറ്റുനോക്കുന്നത്. ആശയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാം. മിലിറ്ററി പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വജിത്ത് തുടരുന്നുണ്ട്. അശ്വജിത്ത്, ഈ മിലിറ്ററി ആർമി ബേസുകളൊക്കെ കൂടുതലുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ നിരവധിയുണ്ട്. ഖത്തർ അടക്കമുള്ള ഇടങ്ങളിൽ അമേരിക്കയുടെ വലിയ ബേസ് ക്യാമ്പുകളുണ്ട്. അവിടങ്ങളിലേക്കൊക്കെ ഒരു ആക്രമണ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? നമ്മൾ മലയാളികളൊക്കെ ഏറെയുള്ള ഗൾഫ് രാജ്യങ്ങളിലടക്കം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്, ബേസ് ഉണ്ട്. അവിടെയൊക്കെ ശക്തമായ ആക്രമണം നടത്തുമെന്നാണ് ഇപ്പോൾ ഇറാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യ വക്താവിൻ്റെ ഒരു പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഈ കഴിഞ്ഞ മാസം അമേരിക്കയും ഇറാനും തമ്മിലൊരു സമാധാന ഉടമ്പടിയൊക്കെ ഒപ്പിട്ടിരുന്നു. ട്രംപ് വലിയ കൊട്ടിഘോഷിച്ചൊരു ഉടമ്പടിയൊക്കെ ഒപ്പിട്ടിരുന്നു. എനിക്ക് തോന്നുന്നു മോത്തിയും ഞാനും തന്നെ നിൽക്കുന്ന ലൈവിലാണ് അത് സംബന്ധിച്ചും വിവരങ്ങൾ നൽകിയത്. പക്ഷേ അതിനൊരു കടലാസിന്റെ വില പോലും ഉണ്ടായില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് പറയുന്നത് ആ ഉടമ്പടി പ്രകാരം കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും തമ്മിൽ എത്തിയ ധാരണ പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കാൻ അമേരിക്ക കൂടെ സഹകരിച്ചാൽ, അതായത് അമേരിക്ക ആക്രമണം നിർത്തുകയും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാകുകയും ചെയ്താൽ തങ്ങളും കൂടെ തയ്യാറാണ് എന്ന തരത്തിലുള്ളൊരു പ്രതികരണം കൂടെ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിപൂർണമായൊരു സംഘർഷത്തിലേക്ക് പോകാതെ വീണ്ടും ഒരു കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ പോലും ഒരു സമാധാന ശ്രമങ്ങൾക്കുമുള്ള സാധ്യത മങ്ങിയിട്ടില്ല എന്ന് വേണം നിലവിൽ പറയാൻ.